ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു റെസിപ്പി ആയിരിക്കും ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു തൊലിയോട് കൂടിയിട്ട് കഴുകിയെടുത്ത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊലി മാറ്റേണ്ട, തൊലിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട്, വേവാനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊരു 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള വേവിച്ചെടുത്താൽ മതി, വെന്ത് ഉടയുന്ന പരുവത്തിലല്ല. ഇനി ഇതിൽ നിന്ന് നമ്മൾ കോരിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വെള്ളം നല്ലോണം ആറിയതിന് ശേഷം ഇതുപോലുള്ള ഒരു പരന്ന പാത്രത്തിലിട്ടിട്ട് ഇത് നമ്മളൊന്ന് ഉണക്കിയെടുക്കണം. ഒരു 3 ദിവസമൊക്കെ നല്ല വെയിൽ കൊള്ളുന്നതാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഇത് ഒന്ന് ഇതുപോലെ നിരത്തി കൊടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ ഇത് ഉണക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരുവാണ്. നല്ല വെയിലാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ വെച്ചാൽ മതി. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളിതിനെ ചക്കക്കുരു സാന്താണി എന്നാണ് പറയാറുള്ളത്. എൻ്റെ തറവാട്ടിലൊക്കെ പണ്ട് മുതലേ ചെയ്യാറുള്ളൊരു സംഭവമാണ് ഈ ഒരു ചക്കക്കുരു സാന്താണി എന്ന് പറയുന്നത്. നമുക്ക് മഴയത്തൊക്കെ ഇത് നല്ല കട്ടിയായിരിക്കും. ഇപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കൈ കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല, കുറച്ച് കട്ടിയാണ്, അങ്ങനെ സോഫ്റ്റ് അല്ല. അപ്പോൾ നല്ല രസമാണ് മഴയത്തൊക്കെ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മളിത് ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് കുറേ നാൾ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.